കണ്ടിട്ടും നോശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൽ തുറക്കാം, അൾത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കതെല്ലാം കൊടുക്കാം. അവസാനം അതങ്ങ് ഒത്തു. എങ്ങനുണ്ട്? കൊള്ളാവോ? അതിന് ഞാനിത് വരച്ചല്ലേ തുടക്കുമായിരുന്നു. ഇതേ എന്റെ കെട്ടിയോന്റെ വല്യപ്പച്ചന ഈനാശു പേര് പോലെ എന്നെ ജീവിച്ചിരുന്നപ്പോ എന്തോ നാശമാരെന്ന് അറിയാമോ? എന്നെ മിന്നി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ മുതൽ അയാൾ പറയുന്നത് ആ LCA ഇവിടെ മൊത്തം തൂത്ത് തുടക്കണമെന്ന്. അന്ന് മുതൽ ഞാൻ തുടപ്പാ. ഇനി തുടച്ച് ഈ കണ്ണും കൂടിയേ ഉള്ളു പോകാൻ. ശങ്കരോ, അത് കൊള്ളാം. നീ ജോലി ചെയ്യാൻ വന്നാണെങ്കിൽ നീ ജോലി ചെയ്യണം. എടാ, നീ തെങ്ങിന് തടവെടുക്കാൻ വന്നാ നീ തടവെടുക്കണം. നീ എന്തോ അവിടെ നിന്നോണ്ട് അടവെടുക്കുന്നത്? ഞാൻ എന്റെ തനി കുളം നീ എടുപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ആഹാ, പറഞ്ഞപ്പോ ശരിക്കാണോ ചെയ്യുന്നത്? എന്റെ പൊന്നെ ലീലേ, നീ തുണി അലക്കുവാന്നോ അത് തല്ലി കീറുവാന്നോ? എനിക്ക് നാളെ പള്ളിയിലിട്ടോണ്ട് പോകാനുള്ളതാന്ന് ആലോചിച്ചോളാം. അല്ലാതെ ഐറ്റം ഡാൻസിലല്ല അത് തല്ലി കീറിട്ട. എന്തൊരു കഷ്ടമാന്ന് പറ. വത്സേ, എടി ചായ ചോദിച്ചിട്ട് എത്ര നേരം വായടി കൊച്ചേ. ഈ സമയം കൊണ്ട് ഇടുക്കിയിലെ ഡാം വരെ തിളച്ചെന്നല്ലോടി. എന്തൊരു കഷ്ടമാന്ന് പറ. 5-6 വേലക്കാരുണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊക്കെ കിടന്ന് ഭരിക്കായിരുന്നു. പക്ഷെ അത് ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കെട്ടിയോ നിങ്ങൾക്ക് അറിയായിരിക്കും, ഊളവിളയിൽ ഊറാച്ചൻ തന്നെ ഊളത്തരവാ. അരിപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അരിപ്പനാന്നറിയാവോ? സ്വന്തം മക്കൾക്ക് പോലും ഒന്നും കൊടുക്കത്തില്ല, എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കുവാ. എത്ര നാളായെന്നറിയാവോ എന്നെ പോലും കെട്ടിപ്പിടിച്ചിട്ട്? പ്രായാധിക്യം കാരണം ആരോട് എന്തോ പറയണമെന്ന് ചില നേരത്തെ ഞാനങ്ങ് മറക്കും. വരുന്നുണ്ട്, ഈ വീട്ടിലെ മോപ്പ് വരുന്നുണ്ട്. നിങ്ങൾ കാലത്ത് എങ്ങോട്ടായത്? ഞാനൊരു 2 ഫർലോങ് ഒന്ന് നടന്നിട്ട് വരട്ടെടി. അന്ന് അവിടെ നിൽക്കുക, ഞാൻ പോയൊരു ഏലപ്പൊതി എടുത്തോണ്ട് വരാം നിങ്ങൾക്ക്. അതെന്തിനാ? അല്ല, ഈ കണക്കിനാ പോന്നെങ്കിൽ 2 ദിവസം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. വിശക്കുമ്പോ മടിയിൽ അങ്ങനെ വരുന്നത് തിന്നണ്ടായോ? അയ്യോ, ഇങ്ങനെ നോക്കിക്കേ, ആകാശത്തിരുന്ന് വിമാനത്തിന്റെ താഴോട്ട് നോക്കുമ്പോ മേഘം കാണുന്നവല്ല ഇവിടെ ഉച്ചക്കെട്ട് കാണുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ നടക്കാനൊന്നും പോണ്ട. റോഡ് സൈഡിൽ എങ്ങനെ മീൻ കടന്നു കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യരും മൈൻഡ് പോലും ചെയ്തില്ല. ഞാൻ പറഞ്ഞേക്കാം. അതെന്താ? വെള്ളം ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ചാക്കി വല്ല വെസ്റ്റ് കൊണ്ട് കളഞ്ഞേക്കുവാന്നേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ. അതാ പറഞ്ഞത്. പണിക്ക് നിങ്ങൾ പോന്നേക്കാന്ന്. അവിടെ ഇന്നൊരു കാര്യം പറയട്ടെ. നാളെ 9 മണിയാകുമ്പോഴത്തേക്കും കുളിച്ച് നനച്ച് ഒരുങ്ങണം. 10 മണിയാകുമ്പോ റെഡി ആയാൽ മതി. 9 മണിക്കാണ് ബസ്. 10 മണിക്കാ ബസ്. 9 മണിക്ക് പോകുന്നത്, എന്നാലേ സമയത്ത് അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. എവിടെ? തൊടുപുഴയിലെ. തൊടുപുഴയിൽ എന്തിനാ പോകുന്നത്? തിരുവല്ലയിലല്ലേ പോകുന്നത്? തൊടുപുഴയിലെ മാമച്ചന്റെ മോടെ മോമാദീസ. അതിന് പോകുന്നില്ല. പിന്നെ തിരുവല്ലയിൽ എന്തുവാ? ചാക്കോച്ചന്റെ കൊച്ചുമോന്റെ മിന്നുകെട്ട. ആ ചാക്കോച്ചന്റെ മോളെ ചക്കത്തള പോകുന്നില്ല അങ്ങോട്ട്. പോകുന്നില്ല. മാമോദീസയ്ക്ക് ചെന്നില്ലെങ്കിൽ പിണങ്ങും. പിന്നെ ഇത്രയുള്ള ഒരു കൊച്ചു നിന്നോടത്തെ പിണങ്ങാനാടി മുതുക്കി. അതല്ലെന്ന് പറഞ്ഞത്, എന്റെ കുടുംബക്കാര് പിണങ്ങുമെന്ന്. നിന്റെ കുടുംബക്കാർ പിണങ്ങട്ടെ, എന്റെ കുടുംബക്കാരുടെ കാര്യം നോക്കിട്ട് മതി നിന്റെ കുടുംബക്കാരുടെ കാര്യം. കണ്ടോ വാശി കണ്ടോ? ഇതാണോ? ഇത് സമ്മതിക്കത്തില്ല. എന്റെ വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് മതി. എനിക്ക് തിരുവല്ലയിൽ പോകണം. തിരുവല്ലയിൽ പോട്ടെ, എന്റെ കുടുംബക്കാരെ കാണാൻ പോണെന്നാ പറഞ്ഞത്. തിരുവല്ല എന്റെ കുടുംബക്കാരുടെ കാര്യം കഴിഞ്ഞിട്ട് മതി നിന്റെ കുടുംബക്കാരുടെ കാര്യം. ദേഷ്യപ്പെടുവാന്നാ നിങ്ങള്? അവധിയില്ലാത്ത മനുഷ്യരെ നിങ്ങൾ ഞാൻ തിരുവല്ല പോകുമ്പോ നീ എന്റെ കൂടത്തിൽ വരണം. ഞാൻ വരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ തിരുവല്ലയ്ക്ക് പോകുമ്പോ നീ വന്നേ പറ്റത്തുള്ളത്. എന്തോ കാര്യത്തിനാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത്? ഞാൻ അവിടെ പോയി ബീം വളക്കുമ്പോ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആള് വേണം, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ചമ്മിപ്പോയി. ഞാൻ നിങ്ങൾ ഈ വായത്തോരെന്ന് പറയുന്നത് എന്താണെന്നറിയാം? നിങ്ങൾക്ക് വിശന്നിട്ടാ. ചൂടപ്പവും കറി ഇരിക്കുന്ന എടുക്കട്ടെ. അത് എവിടുന്ന് കൊണ്ടുവന്നാ? ഞാൻ ഉണ്ടാക്കിയതാ. എന്നിട്ട് അത് രഹസ്യമായിട്ട് പറയുന്നത് ഞാൻ പേര് അടിച്ചു മാറ്റിയതായിരിക്കും. അപ്പം കറി ഉണ്ട്, എടുക്കട്ടെ. അപ്പം കറിയും വേണ്ട. എനിക്ക് ആ ചട്ടിക്കകത്ത് ഇച്ചിരി പഴഞ്ഞ ചോറിട്ട് ഇന്നലത്തെ ചക്കയും ഇന്നലത്തെ കാന്താരി ഇന്നലത്തെ തൈരും ഇന്നലത്തെ ഉണക്കമീൻ ഇന്നലത്തെ പപ്പടവും എല്ലാം വാരിക്കുട്ടി ഇളക്കി ഒരു പിടിയൊക്കെ പിടിക്കണം. എന്തൊരു രസമാണെന്നറിയാമോ? ഓ, ശരിക്കും പക്ഷേ അരിത്താഴ് പോലായില്ല അവരെയൊക്കെ കൊതിവെള്ളം കയറിയിട്ട്. കഷ്ടമാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, തണുപ്പ് നിങ്ങളുടെ 7 അയില തണുപ്പിക്കരുതെന്ന്. ഡോക്ടർ പറഞ്ഞ് തണുപ്പ് ഉപയോഗിക്കില്ലെന്ന്. എന്ന് കയറിയപ്പോ ഡോക്ടർ ഇരിക്കുന്ന AC-ക്കകത്ത്, പിന്നെ എന്നെ കൂട്ടിട്ട് ഐസിനകത്ത്. അവിടെയൊക്കെ തണുപ്പില്ലായിരുന്നോ? ശ്വാസോച്ഛ്വാസ തടസ്സമാണത്. എനിക്ക് ഒരു തടസ്സവും ഇല്ല. ഓ വേണ്ടേ, ജോസൂട്ടി വിളിച്ചായിരുന്നു. എന്തിനാ? അതെ, തൊടുപുഴയിൽ 5 ഏക്കർ കൈതത്തോട്ടം ഇല്ലയോ, അതിന്റെ വിളവ് അവന് കൊടുക്കാവോന്ന് ചോദിച്ചു. അവൻ കൂടുതൽ വിളച്ചെടുക്കലെന്ന് പറ. അപ്പനായ നിങ്ങൾ വേണ്ട എന്തെങ്കിലും കൊടുക്കാനെ കൊണ്ട്. ഞാൻ അവന്റെ അരത്തോർത്ത് കൊടുക്കാം. അത് കൊടുത്തോണ്ട് അവൻ ആ കൈതത്തോട്ടത്തിൽ കിടന്ന് നടക്കാൻ പറ. അവന്റെ ആ ചൊറിച്ചിലൊക്കെ നിൽക്കും അങ്ങോട്ട്. ഒറ്റ ഒരു വക ഞാൻ കൊടുക്കത്തില്ല. പിടിക്കണേ പോ അങ്ങോട്ട്. പിന്നെ പിള്ളേർക്ക് കൊടുക്കാതെ കണ്ട്. ഓ
ഒറ്റ പക്കക്ക് ഒരു വക ഞാൻ കൊടുക്കത്തില്ല. കംപ്ലീറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചാടിയത്. എല്ലാവർക്കും ഇരിയാനൊന്നും അറിയണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങുമ്പോഴോ കിടന്നുറങ്ങുമ്പോഴാ എനിക്ക് ഫോൺ വരുന്നത്. അതെനിക്കറിയാം. അത് ആരാന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത്. ആരാണ് വിളിക്കുന്നത്? കുഞ്ഞായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ശരിക്കും ഞാൻ ഇടിച്ചാൻ അങ്ങ് കലക്കും കേട്ടോ. പിള്ളേർ വിളിച്ച് എന്നോടാ പരാതിയും പരാതിയും ഒക്കെ പറയുന്നത്. ഇന്നലെ തന്നെ ആ മൂത്തറക്കന്റെ മരുമോള് ഫോണിൽ കൂടെ വിളിച്ചെന്തോ കരച്ചിലായിരുന്നെന്നറിയാവോ. ഫോൺ വെക്കുന്നിടം വരെ കരച്ചിലായിരുന്നു. അത് ഫോൺ വെച്ചത് എങ്ങനെയാ? കസ്റ്റമർ കെയറിൽ നിന്ന് കോള് വന്ന് അവരുടെ ഓഫീസ് കണ്ണീര് കാരണം നനഞ്ഞെന്ന്. പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്തോണം. ഞാൻ അതാ പറയുന്നത്. അവിടെ കാണാൻ പൈസ കാലത്ത് ഇരിക്കാനുള്ളതിന് നേരെ നടക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും വാശിയും കൊണ്ട് നടക്കും അങ്ങേര്. അയ്യോ നടു വെട്ടിപ്പിടിച്ചേ. ഓ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് സ്വന്തം നടുവ് ഇയാൾ വെട്ടിപ്പിടിക്കും. അങ്ങനത്തെ സ്വഭാവമായി. അതാ ഇവിടെ മനുഷ്യ അങ്ങോട്ട് നടുവിന്റെ കണ്ണി അകന്നതാ നിങ്ങളുടെ. നടുവിന്റെ കണ്ണി ഞാനും തമ്മിൽ പിണക്കമില്ലേ? എന്നെ അകന്ന് പൊടി. അതല്ല നീ നടുവിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കിണാപ്പുണ്ട്. അത് അകന്നത് കാരണമാണ് നിങ്ങൾക്ക് ഈ വേദന എടുക്കുന്നത്. അയ്യോ ചൂടാന്നേ ഇതുകൊണ്ട് കാറ്റ് കിട്ടുന്നില്ലല്ലോ. എന്താണിത്? ഇതെന്തോ ഞാൻ ഇന്നലെ വെട്ടി ഒരുക്കി തന്ന പാള എന്തിയേ? അത് വലിച്ചു കീറിയാൻ എറിഞ്ഞു. അതെന്താ? ഇന്നലെ ഇങ്ങനെ വീശിപ്പോ അതിന്റെ ചെവുക്കുറ്റിക്ക് അടിച്ചു. അത് വേണ്ടായത്. അപ്പൊ അതിനറിയാതെ ഒരു കാര്യം ചെയ്യ്. അകത്തെ മുറി പോയി ഫാനിട്ട് കിടക്കാം. ഫാനിട്ട് കിടന്നിട്ട് വേണം നീ എന്നെ അടിക്കാൻ. എന്തുവാ? ഇന്നലെ 5 ഫാനിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഭയങ്കര തണുപ്പ് കാരണം ഞാൻ പുതപ്പെടുത്ത് പുതച്ചു. കാറ്റ് കാരണം പുതപ്പ് കിടന്ന് വരക്കുന്നുണ്ട്. ഇവള് ചോദിക്കാം പുതപ്പിന്റെ അടിയിൽ ആരാ കിടക്കുന്നത്? എന്നെ ഒരു ഒറ്റ അടിയാനുള്ള അത് ഒരബദ്ധം അങ്ങ് പറ്റിപ്പോയി. നിങ്ങൾ പോയി ഫാനിട്ട് കിടന്നുറങ്ങാൻ. ഫാനിട്ട് കിടക്കുന്നില്ല. നീ ഇപ്പൊ മനഃപൂർവ്വം അല്ലേ അടിച്ചേണ്ടി? അത് ഒരബദ്ധം ആർക്കെങ്കിലും പറ്റുന്നതെന്ന് പറഞ്ഞില്ല. ഇങ്ങനോട് വായിട്ട് അലക്കാൻ എനിക്ക് വയ്യ. എന്റെ കർത്താവേ, നിങ്ങൾ നടക്കാൻ പോ. അവിടെ കാണാൻ പറഞ്ഞടിച്ച് വീഴ. അതാ നല്ലത്. നിങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലായിരുന്നു. അവിടെ കൊണ്ട് ചമച്ചാൽ പറയുന്നത്. ഇവിടെ കൊണ്ട് കളയുന്നത് എന്തിനാ? എന്തോ ഇവിടെ ഗേറ്റ് തുറന്നപ്പോഴേ ശബ്ദം കേട്ടു. അത് ഗേറ്റിന് ഇച്ചിരി എണ്ണ ഇട്ടാൽ മതി. ആ ശബ്ദം അങ്ങ് മാറും. ഗേറ്റിന്റെ സൗണ്ട് കേട്ടെന്നല്ല പറഞ്ഞത്. എങ്ങനത്തെ ശബ്ദം? എന്റെ അണ്ണാക്കത്തിൽ എണ്ണ എടുത്ത് ഒരു പൂച്ചു തുടങ്ങി. നിങ്ങൾ എന്തോ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ചോദിച്ചാ? ഞാനും എന്റെ കെട്ടിയോളം ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കും. അത് ചോദിക്കാത്ത ഞാനാണ് തുടങ്ങിയത്. ഒരാൾ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയ സ്വഭാവം അങ്ങ് എടുത്തോളൂ. എന്നാ ഉണ്ട് പതിവില്ലാതെ എന്തോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത്? ഒന്നുമില്ല, പള്ളി വരെ പോകാൻ ഇറങ്ങിയത്. അപ്പം ചുമ്മാ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പള്ളിയിലെന്ന് പറയുമ്പം എന്താ വിശേഷ ദിവസമൊന്നും അല്ലല്ലോ, ഞായറാഴ്ചയല്ല. ആ വിശേഷമൊന്നുമില്ല. മൂത്ത മോൻ ഡേവിഡിന്റെ കൊച്ചനുണ്ട് ജോർജ് കുട്ടി. ജോർജ് കുട്ടി അവനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഡേവിഡ് 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല. 2 നിലയുടെ മണ്ടയ്ക്കൊന്നെടുത്ത് ചാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യണം, 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട, വീടിന് ചുറ്റി 25,000 രൂപ കൊടുത്ത് വല കെട്ടിയാൽ മതിയെന്ന്. അപ്പൊ ചാടിയ ചമ്മിപ്പോക്കല്ലോ. പക്ഷെ മോനല്ലേ വാങ്ങിച്ചു കൊടുക്കാൻ, വേറെ ആരോടൊന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവൻ വാങ്ങിച്ചു കൊടുത്തു ഈ ചെറുക്കന് ബൈക്ക്. എന്റെ പൊന്നോ, ആ ചെറുക്കൻ ബൈക്കെ കയറുന്ന കണ്ട സങ്കടം വരും. വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്ന പോലെ ഇവനെ ബൈക്കെ കയറുന്ന അത്രയ്ക്ക് പൊക്കമാണ്. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു, മോനെ വല്യപ്പച്ചൻ ചന്തയെ വരെ പോയി ഇച്ചിരി മീൻ മേടിച്ചോണ്ട് വരട്ടെ, ആ ബൈക്ക് ഇങ്ങോട്ട് തരാൻ. ഈ കൊച്ചിയർക്ക് എന്റെ മൂത്ത് നോക്കി പറയുവാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നും. അതൊന്ന് പറയാനായിട്ട് ഇറങ്ങിയതാ പള്ളിയിലോട്ടെ. അത് കേട്ട ഉടനെ നീ പള്ളിയിലോട്ടൊക്കെ പോവാന്നോ? പിന്നെ എനിക്ക് അവിടുന്ന് ഫോൺ ചെയ്ത് അച്ഛനെ വിളിക്കാൻ ചോദിച്ചാൽ പോരാ? അത് മതിയായിരുന്നല്ലേ? അല്ല, ഇതിനിടയ്ക്ക് ബൈക്ക് ഓടിക്കാനൊക്കെ പഠിച്ചോ? ബൈക്ക് ഓടിക്കാൻ എനിക്കറിയത്തില്ല. എന്റെ ദേഹത്തിരിക്കുന്ന ഒരു ഈച്ചപ്പോലും ഞാൻ ഓടിക്കത്തില്ലല്ലോ. പിന്നെ നീ എന്തിനാ ചെറുക്കോട്ട് ബൈക്ക് ചോദിച്ചത്? അല്ല, ഈ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ഞാൻ ഈ ബൈക്കും കൊണ്ട് പോകുമ്പോ എന്തായാലും ബൈക്ക് വീഴും. ഈ വീഴുന്ന കൂട്ടത്തിൽ മടങ്ങുന്ന 3 സൈഡെങ്കിലും എന്റെ തൊലി ഉറപ്പാ. എന്നിട്ട് ഞാൻ ഈ ആശുപത്രി കിടക്കും. അപ്പൊ എന്നെ കാണാൻ ആൾക്കാർ വരും. അവരുടെ കയ്യിൽ ഓറഞ്ച് മുന്തിരിങ്ങയൊക്കെ കാണും. അതെനിക്ക് തിന്നാമല്ലോ, അതിനു വേണ്ടി. അങ്ങനെ ഓറഞ്ച് മുന്തിരിക്ക തിന്നണമെങ്കിലേ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തിന്നണം, അല്ല തൊലി കളഞ്ഞ് തിന്നരുത്. തൊലി ഞാൻ ഓറഞ്ചിന്റെ കളയത്തുള്ളൂ, മുന്തിരിങ്ങയുടെ കള. ഓറഞ്ചിന്റെ നിന്റെ തൊലിയുടെ കാര്യമാണ് പറഞ്ഞത്. വന്ന പാടെ ഇരിക്കാം, അങ്ങോട്ടോ എങ്ങോട്ടേലും ഇരിക്കാം. അങ്ങോട്ടോ തുടങ്ങിറങ്ങും, എന്നാലും കുഴപ്പമില്ല, ഇരിക്കാം. എന്തോ മാറിപ്പോന്നെ? നീ ഇവിടെ വെച്ചെന്റെ കഴിഞ്ഞിറക്കും, അതിന്റെ ഇടയിൽ വെച്ച് എനിക്കറിയാം നീ അങ്ങനെ തൊള്ളാനാണ്. അല്ല, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, വരുന്ന വഴി കഴിച്ചു. അപ്പൊ തിരിച്ചു പോകാൻ വഴി ഇല്ലേ അവിടെ? എന്തുവാ വരുന്ന വഴി കഴിച്ചെന്ന് പറഞ്ഞു? വരുന്ന വഴി ഞാൻ തിന്നിട്ട് വരുവാന്നല്ല പറഞ്ഞത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് കഴിച്ചിട്ടാ പോകുന്നതാ പറഞ്ഞു. അതെന്തോ മര്യാദ കേടാ. ഇങ്ങോട്ട് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ, അത് പറ്റത്തില്ല. എനിക്ക് ടാർക്ക് റോഡ് കണ്ട ഉടനെ കാപ്പ് കുടിക്കണം. അത് പണ്ടത്തെ ശീലമായി പോയി. ഇന്ന് നമ്മളെ കുരിശുമൂട്ടിലെ രാഘവന്റെ കടയില്ലേ, രാഘവന്റെ കടയുടെ മുമ്പിൽ വന്നപ്പോ നല്ല പൊറോട്ട മൊരിയുന്ന മണം. ഞാൻ ഓർത്തുന്ന 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയുടെ കീച്ചാന്നും പറഞ്ഞ് കയറിയപ്പോഴേ കടയ്ക്കകത്ത് ഭയങ്കര അടി. രാഘവനും പൊറോട്ടയും കൂടെ. അതൊക്കെ സംഭവം. പിന്നെ ആർക്കാരും ദേഷ്യം വരത്തില്ലയോ? ഇവൻ രാവിലെ 5 മണിയാകുമ്പോ ഇതെടുത്ത് കുഴയ്ക്കും, അത് കഴിഞ്ഞ് കൂറത്തോടുത്തെടുത്ത് മണ്ടക്കിടും, എന്നിട്ട് എടുത്ത് ബോൾ പിടിച്ചിട്ട് പരത്തും, നെടുക കീറും, ചുരുട്ടും, പിന്നെ കല്ലിന്റെ പുറത്തിടും, പിന്നെ അടിക്കും. ആർക്കാരും ദേഷ്യം വരത്തില്ല. ചെവുക്കല്ലിന് കൊടുക്കുന്നു പൊറോട്ട അവന്റെ. പിന്നെ ഈ ബഹളം എല്ലാവരും കണ്ടിട്ട് പുഴുകി വെച്ച മുട്ട കാലിന്റെ ചോട്ടിക്കിടെ പോകുന്നു രാഘവന്റെ. ഇത് കണ്ടിട്ടൊരു വെട്ടിയ കലമാലിൽ ഇത് ചിരിക്കുന്ന. അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു ചായയും മടക്കപ്പവും കഴിച്ചിട്ട് പോകുന്നു. രാഘവന്റെ കട മടക്കപ്പോ
അലമാരിൽ ഇങ്ങനെ ചരിച്ചടുക്കി അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് മടക്കപ്പോവായിരുന്നു. ഞാൻ വിചാരിച്ചു പഴയ പറ്റുബുക്കായിരിക്കും. അത് മടക്കപ്പോ. ഇവരൊക്കെ മിണ്ടാതെ. പിന്നെ വീട്ടിൽ എന്തോ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ടെന്നീസിന് മോളുണ്ടായി. ആ അത് കൊള്ളാം അത് കൊള്ളാം. അത് നല്ലതാ. എന്തുവാ നിങ്ങൾക്ക് കളിക്കാമല്ലോ. എന്തുവാ ടെന്നീസിന് ബോൾ ഉണ്ടെന്ന് പറഞ്ഞേ. ടെന്നീസിന് മോളുണ്ടായെന്നല്ല പറഞ്ഞു. പിന്നെ എന്റെ ഇളയ ചെറുക്കൻ ടെന്നീസിന് മോളുണ്ടായിരുന്നു. ഓ പ്രസവമായിരുന്നോ? അല്ല, നൂലെ കെട്ടി ഇറക്കുമായിരുന്നു. പിന്നെ അല്ലാതെ പ്രസവിക്കാതെ പിള്ളേരുണ്ടാവും. അല്ല അതല്ല ഞാൻ ചോദിച്ചത്. എവിടെയായിരുന്നു? പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു? ആ പ്രൈവറ്റ് നമ്മുടെ ജംഗ്ഷനിലെ ആശുപത്രി ഇല്ലേ, വലിയ ഫ്രണ്ടിലെല്ലാം ആ കണ്ണാടിയുള്ള കാക്കയൊക്കെ ഒന്ന് മുഖം നോക്കുന്ന ആശുപത്രി മണ്ടക്കത്തെ ജില്ലയിൽ. അവിടെ മറ്റേ ആശുപത്രി 1 ലക്ഷം രൂപയായിരുന്നു. പൊടിക്കൊച്ചിന് തൂക്കം ഉണ്ടായിരുന്നോ? ഞങ്ങൾ തൂക്കിയല്ലോ വാങ്ങിച്ചത്. ആരോ ഉണ്ടായിരുന്നോ? തറയിൽ കിടക്കുന്ന അത് പറന്നു പോകത്തല്ലേ ഉള്ളൂ. പറന്നു പോകുന്ന കാര്യം അയ്യസാറയിലെ ഉദ്യോഗസ്ഥൻ അതാ പറന്നു പോകുന്നതിന്റെ കാര്യത്തിലെ സംസാരങ്ങളൊക്കെ. ഭയങ്കര കാശായിരുന്നു. പിന്നെ 1.5 ലക്ഷം രൂപ ഇല്ലേ. പിന്നെ ഈ കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലേ. ഈ പൊടിക്കൊച്ചോ? അല്ലെന്ന് ഈ തള്ള കൊച്ചു ലിസിമോള് ഭയങ്കര കരച്ചില് ഈ പ്രസവത്തിന്റെ സമയമായപ്പോ. അതങ്ങനെ ഡോക്ടറിനോട് വന്ന് ചോദിച്ചു കീറണോ അതോ പ്രസവം വേണോന്ന്. അമ്മമാർക്കറിയത്തില്ല ഇത്രയും പഠിച്ചിട്ട് കീറണോ പ്രസവിക്കണോ അമ്മമാർക്കറിയത്തില്ലായിരുന്നു. അവന്മാരുടെ അടവ് നമുക്ക് അന്നേരം കീറണം എന്ന് പറഞ്ഞ ഉമ്മാർ അപ്പം കീറും നമ്മുടെ നിക്കറും കീറും. പൈസ വാങ്ങിക്കും. സാറിന് ജോലിയുള്ള കാരണം രക്ഷപ്പെട്ടു. അവിടെ ശമ്പളം ഒക്കെ ഉണ്ടോ? ഞാൻ റീറ്റയറായി. ഞാൻ റിട്ടയർഡ് ആയെന്നായി സാറോ ഇന്ന്. പിന്നെ 1 മാസമായി. BDF ഒക്കെ കിട്ടിയോടാ? അല്ല, അന്ന് ചിക്കൻ ഫ്രൈയും പൊറോട്ടയായിരുന്നു. നമുക്ക് റിട്ടയർഡ് ആയി കഴിയുമ്പോഴേ ഈ PF ഫ്രണ്ട് അത് കിട്ടിയായിരുന്നോ? അതെങ്ങനെ കിട്ടുമെന്നേ. ഞാൻ ഈ സർവീസ് ചെയ്ത സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയല്ലോ. ഞാൻ ഇവിടെ ഒരു റോക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ ഇത് പറക്കാനായിട്ട് ചെറിയൊരു ടെക്നിക്കൽ സംഭവം കൂടെ അതിന് വേണം. അത് പഠിക്കാനായിട്ട് പിന്നെ ഞാനല്ലേ എണ്ണി കൊടുക്കുന്നത്. നീ എണ്ണുമ്പോഴാണ് പറക്കുന്നത്? പിന്നെ ഞാൻ എണ്ണുന്നേ. എങ്ങനെ എണ്ണുന്നത്? 10 9 പേടിച്ചാക്കി റോക്കറ്റ് പൊങ്ങുന്നത്. എന്നിട്ട് പൈസ എന്ത് ചെയ്തു? പൈസ ഒന്നും കിട്ടത്തില്ലെന്ന്. പ്രോവിഡന്റ് ഫണ്ടും കിട്ടത്തില്ല, എനിക്ക് പെൻഷനും കിട്ടത്തില്ല. അതൊക്കെ സംഭവം എന്താന്ന് പറ. അതല്ലേ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ സർവീസ് ചെയ്ത സമയത്ത് ഒരു റോക്കറ്റ് ഉണ്ടാക്കി പറക്കാനായിട്ട് വെച്ച സമയത്തെ അപ്പൊ ഇതിന് ചെറിയൊരു ടെക്നിക്കൽ സംഭവം കൂടെ വേണം. അത് പഠിക്കാനായിട്ട് ഞാനും എന്റെ കൂടെ ജോലി ചെയ്യുന്ന നരേന്ദ്ര ഷെട്ടി ശാസ്ത്രജ്ഞൻ, ഈ നരേന്ദ്ര ഷെട്ടി ഞാനും കൂടെ ലണ്ടനിൽ പോയി ഈ സംഭവം എന്തോന്ന് പഠിക്കാനൊക്കെ ഉണ്ട്. അത് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഈ റോക്കറ്റ് പറപ്പിക്കാൻ നേരമാണ് അബദ്ധം പറ്റിയത്. എന്തുവായിരുന്നു? ഈ റോക്കറ്റിന്റെ ഒരു സൈഡിലത്തെ ജനൽ അടയ്ക്കാൻ പറ്റത്തില്ല. അത് സംഭവം എന്തുവാ? എന്റെ കൂടെ വന്ന ഈ നരേന്ദ്ര ഷെട്ടി ഇല്ലേ, ഈ ജനലും പിഴുതോണ്ടാ ലണ്ടനിലോട്ട് വന്നത്. ഇവൻ അവിടെ അത് മറിച്ചു വിറ്റു. അയ്യോ, എന്നിട്ട് ഭയങ്കര കേസ്. എന്നെയും നരേന്ദ്ര ഷെട്ടിയും ഭയങ്കര കേസാക്കി. പക്ഷെ അവൻ അടവ് പഠിച്ചവനാ ഈ ഷെട്ടി. അവൻ ഷെട്ടി ഊരി. അല്ലെന്നും നരേന്ദ്ര ഷെട്ടി കേസി നൂരി. ഞാൻ അകത്തായിരുന്നു. രക്ഷപ്പെട്ടാ നീ? പിന്നെ എന്റെ പൈസ എല്ലാം കൊടുത്തില്ല രക്ഷപ്പെട്ടത്. പൈസ ഒന്നുമില്ല. അതിന്റെ കൂടെ ഈ പ്രസവവും ചെലവുകളും ഒക്കെ അകപ്പാടെ ഭയങ്കര വിഷയങ്ങളാ. വെള്ളം തരാമോ? വെള്ളം തരുവാ? അല്ല അതിന്റെ ഇടയ്ക്കേ എവിടെങ്ങാണ്ട് കടയെടുത്ത് വാടകയ്ക്ക് എങ്ങാണ്ട് എന്തോ കാര്യം പറഞ്ഞില്ലായിരുന്നോ? കടമുറി എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ രാമേന്ദ്രനല്ലേ, അവൻ എന്നോട് പറഞ്ഞു ടൗണിൽ ഒരു 3 മുറി കടമുറി കിടപ്പുണ്ട്, വാടകയ്ക്ക് എടുക്കുന്നു ചോദിച്ചു. ഞാൻ ചോദിച്ചു നല്ല കാര്യമല്ലേ, നല്ല കാര്യമാണ്. ഞാൻ എടുത്തു. അങ്ങനെ വൻ നഷ്ടം സംഭവിച്ചു. കച്ചവടം ഒന്നും നടന്നില്ലയോ? കച്ചവടം നടന്നില്ല. ഞാൻ എന്നും 2 വർഷമായിട്ട് അവിടെ ചെന്ന് ചുമ്മാ തുറന്ന് അതിനകത്തിരിക്കുമായിരുന്നു. അപ്പൊ സാധനങ്ങളൊക്കെ കച്ചവടം പോകുന്നില്ലയോ? ഇല്ല, സാധനം ഇല്ലായിരുന്നു. നീ പിന്നെ നീ എടുത്തത്? കടമുറി എടുക്കുന്നേ ഞാൻ ചോദിച്ചുള്ളൂ, കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് പൈസ പോയി. എന്നാ നിങ്ങളൊരു കാര്യം പോയി നടന്നേച്ചു പോലെ രണ്ടുപേരോടും നിങ്ങൾ രണ്ടുപേരും കേൾക്കാനായിട്ട് ഒരു കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നാ. നിങ്ങൾ രണ്ടുപേരും കേൾക്കാനൊരു കാര്യം പറയാൻ വന്നതാ. ഇത്രയും നേരമായിട്ട് പപ്പാന്നോ മമ്മിന്നോ വിളിച്ചിട്ടില്ല. എന്റെ മൂത്ത മോന 70 വയസ്സായി. എനിക്ക് ആൾക്കാരോട് പറയാൻ നാണം കേടാ. ഇത്ര ഉള്ളൊരു കിളവന്റെ അച്ഛനാണ് സ്വത്ത് ചോദിക്കാൻ വന്ന ഇല്ലടാ. എടാ അതായത് ഞാൻ പറഞ്ഞത് കാര്യമില്ലേ, നീ അപ്പച്ചാന്നോ അല്ലേ മമ്മീന്നോ ഒന്ന് വിളിച്ചോ. പപ്പായേ കരയണ്ട. കരഞ്ഞതല്ല, ഒരു മീശ വളഞ്ഞ് മൂക്കലടിക്കും. ഈർച്ചാണ് ചുമ്മാ വരുമായിരുന്നു. പഴയ നടുവേദന ഉണ്ടോ ഇപ്പൊ? പഴയ നടുവേദന കൊള്ളത്തില്ല. ഞാനിപ്പോ ഒരു പുതിയ നടുവേദന കയറ്റി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണം? ആക്കിനൊരു ഗുരുവില്ല. രണ്ടുപേരും നിന്നെന്തോ രംഗപൂജ കളിക്കുന്നത്? ചെറുക്കൻ സ്നേഹത്തോടൊരു കാര്യം ചോദിച്ചപ്പം അമ്മേ കുറെ നിന്ന തേക്ക് വെട്ടിയോ? കുറെ തേക്കല്ലായിരുന്നു, 4 ആയിരുന്നു. അത് നാണം കേട്ട നിങ്ങളുടെ പുറകിലെ അവൻ ചോദിച്ചതല്ല. ഞാൻ പറഞ്ഞ തേക്ക് വെട്ടിയാന്നാ ചോദിച്ചത്. എന്റെ പറമ്പിരിക്കുന്ന തേക്ക് ഞാൻ വെട്ടി. ഇവരെന്താ ചോദിക്കുന്നത്? തേക്ക് വെട്ടിയ പൈസ എനിക്ക് തരണം. തേക്ക് പൈസ വെച്ചല്ല വെട്ടിയ വാളുകൊണ്ട്. അതിനൊക്കെ വാള് വേണോ? ഇങ്ങനെ അന്ന് ഓരോ ദിവസം ഞാൻ ചിലപ്പോ ഞാൻ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് തരാനുള്ളത് തരണം. എനിക്കൊന്നും തന്നിട്ടില്ല നിങ്ങൾ ഇതുവരെ. നിന്റെ ആവുന്ന ആളെ വരെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഞാൻ തരത്തില്ല. എന്താ തന്നിട്ടുണ്ട്? 18 വയസ്സ് കഴിഞ്ഞ് ഒരു തുള്ളി കഞ്ഞിവെള്ളം പോലും ഇവിടുന്ന് എനിക്ക് തന്നിട്ടില്ല. നീ എന്നെ പഠിപ്പിച്ചു, മര്യാദയ്ക്ക് പോയി ജോലി വാങ്ങിച്ചു, സ്വന്തമായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞു. ഞാൻ ISRO പോയി ജോലി വാങ്ങിച്ചു. ഈ നിമിഷം വരെ നിങ്ങളുടെ ഒന്നും വാങ്ങിക്കാൻ ഞാൻ വന്നിട്ടില്ല. 35 കൊല്ലം ISRO ജോലി ചെയ്തില്ലടാ നീ. ചെയ്തു. എന്നിട്ട് ഈ അപ്പത്തിന് ഒരു കുഞ്ഞു റോക്കറ്റ് കൊണ്ട് തന്നോ നീ? കുഞ്ഞു റോക്കറ്റ് അല്ലടാ,
നെടുനീളത്തിലുള്ള ഒരു റോക്കറ്റ് അയക്ക് കൊണ്ട് കൊടുക്കുക. അതിന്റെ മൂട്ടി തീ വെച്ച് ഇയാൾ പ്രവണപഥത്തിൽ കിടന്ന് കറങ്ങണം ഇയാള്. മമ്മയോട് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് തലവളം തന്നില്ലെന്നുണ്ടെങ്കിൽ പപ്പായെ ഞാൻ നാണം കെടുത്തു. ഞാൻ എങ്ങനെ നാണം കെടുത്തു? എങ്ങനെ നാണം കെടുത്തു? പപ്പായ്ക്കെതിരെ ഞാൻ ഒരു കേസ് കൊടുത്താണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പപ്പ നാണം കെടും. നീ വീടിന് വെളിയിൽ ഇറങ്ങിയാലല്ലേടാ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെന്തോ എന്റെ മുട്ടുകാലി തല്ലി ഒളിച്ചിടുവോ അവിടെ പപ്പ? ഇല്ല, നിന്നെ വീടിന് വെളിയിൽ ഇറക്കാത്ത രീതിയിൽ ഞാൻ സംഭവം ഉണ്ടാക്കി വെക്കും. പിന്നെ എന്തോ എന്നെ പൂട്ടിയിടുവോ പെരക്കകത്ത്? കൂട്ടിയിടത്തില്ല. പിന്നെ പപ്പ എങ്ങനെ എന്നെ നാണം കെടുത്തോന്നാ പറയുന്നത്? നീ കടുത്ത നാണംകേട് കാരണം ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി തരും നിന്നെ ഞാൻ. അതെന്തുവാ? എടീ, നീ ഒന്ന് സഹകരിക്കണം. ഞാൻ എന്താ സഹകരിക്കാനാ? ഇവന്റെ 70ാമത്തെ വയസ്സിലും ഇവന്റെ അമ്മ ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ നാണംകേട് കാരണം പുറത്തിറങ്ങത്തില്ലല്ലോടാ. എന്നിട്ടാണ് താഴെ ഇടും ഞാൻ. തരാം. നല്ല പപ്പ.